വാങ്ങോ വാങ്ങോ സ്വാമിയരെ. ഞാൻ ഇപ്പൊ എന്റെ കുട്ടിയെ പറ്റി നനച്ചേ ഉള്ളൂ. എൻ കണ്ണ് എൻ രാജ. വാടാ രാജാ. ഞാൻ രാജയല്ല, ഹിന്ദുവാണ്. പത്യ പത്യ ഇവിടെ അഴകാ കണ്ണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മണിയർ. എന്താ രാവിലെ കുട്ടിയെ തൂക്കിട്ട് വന്നത്? എങ്കിൽ അവ തപ്പിച്ചോടാൻ പോയോ? കുട്ടിയുടെ അപ്പ അമ്മ വന്നാൽ എങ്കിട്ടെത്താൻ ചോദിക്കും. ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ്. ഇന്ദു ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. ഡാഡിയുടെ അടുത്ത് കൊണ്ടുപോകണമെന്നാ പറയുന്നത്. ഞാൻ ഇവളെ ആശ്രമത്തിൽ പിടിച്ചു നിർത്തിയ അബദ്ധമായിപ്പോയി. അവിടുത്തെ കുട്ടികളുമായി ഇണങ്ങിച്ചേരാൻ ഇന്ദുവിന് കഴിയില്ല. അവർ കണ്ണു കണ്ടുകൂടാത്ത കുട്ടികളല്ലേ. ഇവൾ വെളിച്ചം കണ്ടു വളർന്നവളും. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷമാണ് ഇവൾക്ക് വേണ്ടത്. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ ഇവൾ ഇവിടെ നിൽക്കട്ടെ. കണ്ടോ കണ്ടോ ഫാദർ, ஆனால் കുട്ടി ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ബട്ട് இந்த ரெஸ்பான்சிபிலிட்டி ഏറ്റെടുക്കുന്നതിനാല് ஏன் உத்தியோகத்துக்கு தகராறுன்னு வரக்கூடாது. காரணம் ഞാൻ வந்து ഗവൺമെന്റ് സർവന്റ്. ഇന്ദുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. ഒരു പക്ഷേ അവിടെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. அந்த பரிசத்தில் நம்ம പേര് വരக்கூடாது, മണിയർന്ന് വരக்கூடாது. കാരണം എനിക്കറിയാം ഒരു ഗവൺമെന്റ് സർവന്റ് ആണെന്ന്. മിസ്റ്റർ മണിയർ വിഷമിക്കണ്ട. പരസ്യത്തിൽ ഞാൻ എന്റെ പേരേ ചേർക്കും. വാടാ ഇവിടെ. എനിക്ക് നാണോ? ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരെ. എന്താ വാസു? ഒന്നുമില്ല ചോ. ഇന്നത്തോടെ തീവണ്ടി ആഫീസിലുള്ള ഉറക്കം മതിയാക്കി. കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. നല്ല സുഖമില്ലായിരുന്നു. ആ വിരുന്നിന്റെ പങ്ക് കൊണ്ടുവന്നിട്ടില്ലേ? സാമ്പാറും അവിയലും പുളിച്ചു കാണും. പിന്നെ അച്ഛനും മക്കൾക്കും കൂടെ ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് വാസു തന്നെ കുട്ടികൾക്ക് കൊടുത്തേക്ക്. ഓ വടി, നമുക്ക് ഒന്നിച്ചു കൊടുക്കാം. വാ. രാമുണ്ണി എപ്പോഴെത്തി? വരുന്ന വഴിയാണ്. ഷേളിമോളെ കുറിച്ച് ഒരു വിവരവുമില്ല. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. ഗൗരി, നമ്മുടെ മോള് മരിച്ചിട്ടുണ്ടാവില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവല്ല അവൾ. നീ കരയാതെ, അവൾ വരും. നീ അവിടെ ഇരിക്കൂ. നീ ഇനി കരയാൻ പാടില്ല. കഴിക്കൂ.
ഇന്നലെ വരെ നീ ഈ വീട്ടിൽ ശബ്ദിച്ചിട്ടില്ല. ഇനി ശബ്ദിക്കണം. ഇന്നു മുതൽ നിന്റെ ശബ്ദത്തിന് വിലയുണ്ടാവും. നീ ഈ വീട്ടിലെ അടുക്കളക്കാരിയായിരുന്നു. ഇന്നു മുതൽ വീട്ടുകാരിയാണ്. രാമുണ്ണി, നീ ഈ തറവാട്ടിലെ എല്ലാത്തിനും സാക്ഷിയാണ്. ഇതിനും ഇന്നു മുതൽ ഇവൾ ഈ തറവാട്ടിലെ യജമാനത്തിയാണ്. സാറേ, പൊന്നു സാറേ, വല്ലതും തന്നെ സാറേ. സാറേ, വയ്യാത്തവരാണ് സാറേ. സാറേ, ഞാൻ സർക്കസിലൊരു അത്യാവശ്യമായിരുന്നു സാറേ. സാറേ, വല്ല നോട്ടീസ് ആയിട്ട് തെണ്ടാൻ വന്നിരിക്കുകയാണ്. I am Michael, Father Michael. James, നിനക്ക് എന്തു പറ്റി? പറയാം. അങ്ങനെ ഞാൻ വിവാഹിതനായി. എലിസബത്തും ഞാനും കൂടി ഒരു വീടുണ്ടാക്കി. അവിടെ ഞങ്ങളൊരു കുടുംബമായി. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞും അവളും എനിക്കെന്റെ എല്ലാമായി. ഒരപകടത്തിൽ എനിക്കെന്റെ കാല് നഷ്ടപ്പെട്ടു. അവൾ എന്നെ കാണാൻ കുഞ്ഞിനെയും കൊണ്ട് എന്നും ആശുപത്രിയിൽ വന്നു. എന്റെ തൊട്ടടുത്ത ബെഡിൽ ഒരു ചെറുപ്പക്കാരൻ, ജോസഫ്. എലിസബത്ത് അയാളുമായി പരിചയപ്പെട്ടു. അവൾ അയാളോട് ചിരിച്ചു, സംസാരിച്ചു. ജോസഫ് വളരെ വേഗം ആശുപത്രി വിട്ടു. ഞാൻ കുറെ കാലം കൂടി കിടന്നു. എന്നും എന്നെ കാണാൻ വന്നിരുന്ന എലിസബത്തിന്റെ വരവ് വല്ലപ്പോഴുമായി. ആശുപത്രിയിൽ ഞാൻ അവളെയും കാത്തു കിടന്നപ്പോൾ സിനിമാ തിയേറ്ററുകളിലും ബീച്ചിലും അവൾ അയാളോടൊപ്പം കറങ്ങി നടന്നു. എന്റെ ബെഡ്റൂമിലെ കിടക്കയിൽ അവൾ എന്നും അയാൾക്ക് വേണ്ടി അലക്കിയ ബെഡ്ഷീറ്റ് വിരിച്ചു. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ ചെന്നപ്പോൾ എന്റെ വീട്ടിലെ വീട്ടുകാരൻ അയാളായിരുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് തയ്യാറായി. അവർ പോകുമ്പോൾ എന്റെ മോളെ കൂടി കൊണ്ടുപോയി ഫാദർ. എന്റെ കുഞ്ഞിന് അവളുടെ അമ്മയുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അവൾക്കെന്നും അവളുടെ ഡാഡി മതി. എന്നെ അന്വേഷിച്ചാണ് ഇന്ദു യാത്ര തിരിച്ചത്. സ്റ്റേഷൻ അറിയാത്തത് കൊണ്ട് അവൾ ഇവിടെ ഇറങ്ങി.
എന്റെ മോൾ എവിടെ ഫാദർ? ചായ കുടിക്കൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ആ ആ stop stop ആ അമ്മേ ബലൂൺ. എൻ കണ്ണ് രാജാത്തി കനവ് കാണണ്ട, എല്ലാം വാങ്ങിച്ചു തരാം. സാപ്പിടെ ആ അമ്മേ ബലൂൺ ഞാനിവിടെ കണ്ടു. എല്ലാം അപ്പുറം വാങ്ങി തരലാം. സാപ്പിടെ ആ ആ അമ്മേ ദേ ബലൂൺ. உனக்கு என்ன வேலை? என்ன வேலை? ദേഷ്യപ്പെടരുത്. നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കൊച്ചിനിങ്ങനെ വളർത്തുന്നത്? എനിക്ക് തന്നേക്ക്. ഞാൻ കൊണ്ടുപോയി കണ്ണു കുത്തി പൊട്ടിച്ചോ കയ്യോ കാലോ ഒടിച്ചോ മനുഷ്യനെ കളിപ്പിച്ച് 4 കാശ് ഉണ്ടാക്കട്ടെ. அடப்பாவி, குழந்தை திடீர்னு போக வந்தியா? டேய், நீ மனுஷனா? உனக்கு குழந்தை இருக்கா? ഓ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ പുറകെ നടക്കുവോ? போடா போ, இனிமே இந்த வீட்டு பக்கம் வரக்கூடாது. போ. டேய் 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 டேய், அது பெலூன் எங்க கொண்டடா. பொட்டற பெலூனா? ബലൂണ് പൊട്ടണ ബലൂണ്. பாத்திரத்தை காமி. டா சோறு எடுத்து. ஏய் கையை தொடாதடா, தள்ளி நில்லு. டா டேய் போடா, போ போ. இந்தாடி கண்ணு பெலூன். வா வாயால மீண்டு நம்ம உறங்க போலாமா? ஓடி 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 ஓடி. അലമേലു, അലമേലു. ഫാദർ ഇന്ദുവിന്റെ ഡാഡി അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഞാൻ ഇവളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോട്ടെ? என் கண்ணு, என் ராஜா, எங்க இருந்தாலும் நல்லா இரு. പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? അതെ, വണ്ടിക്ക് സമയമായി. ഇന്ന് തന്നെ പോകണം. പോകണം. ജെയിംസ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടി, ഏതൊക്കെ വഴികളിലൂടെ കടന്നുപോയി. എന്നാലും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് കാലം കൂടെ കണ്ടതല്ലേ ജെയിംസ്? നിങ്ങൾ കുറച്ചു കാലം എൻ്റെ കൂടെ താമസിക്കും. എനിക്കൊരു വീടുണ്ടെങ്കിലും അവിടെ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്റെ യാത്രയ്ക്ക് തീയതി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്നെങ്കിലും പോയാൽ മതി. താങ്ക് യു. മോള് വരൂ.